അവിടെ ഈ ഷൗക്കാജാനി എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും പ്രായമുള്ള സ്ത്രീയാണ് അവർ, എങ്കിലും അവരൊരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒരു ഇത് ചെയ്ത സംഭവമുണ്ട് അതിനകത്ത്. അപ്പോൾ അവർക്ക് ഈ മലയാളം ഒട്ടും പിടിയില്ല. അപ്പോൾ തലേദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് ഞങ്ങളൊക്കെ ഫ്രഷായി കഴിയുമ്പോഴത്തേക്കും ഇവർ വിളിക്കും, എന്നാ ഉങ്ങൾ റൂമിൽ വരട്ടുമാ എന്ന് ചോദിച്ചിട്ട് വന്ന്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന സീൻ നമ്മുടെ ഒരു രീതിയിൽ ആ ഡയലോഗ് വായിച്ചു കൊടുക്കണം. ഇവർ ചെറിയൊരു ടേപ്പ് റെക്കോർഡുണ്ട്, അതിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങനെ കേട്ട് ആ ഒരു ആ പ്രസൻറ്റിങ് രീതി, നമ്മുടേതായ രീതി അത് കാണാതെ പഠിച്ചിട്ട് അവർ പ്രോംപ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരിക്കലും പ്രോംപ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവർ കാണാതെ പഠിച്ചേ പറയത്തുള്ളൂ. പഴയ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെയാണ്, അവർക്കൊന്നും ഒരു പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓരോ അക്ഷരവും കാണാതെ പഠിച്ചാണ് അവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് പഠിച്ചിട്ടായിരിക്കും അവർ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം മാത്രം നമ്മൾ ഉദ്ദേശിച്ചൊരു സീൻ ആ ദിവസം എടുക്കാൻ പറ്റിയില്ല, ഒരു ലൊക്കേഷൻ്റെ ഇഷ്യൂ വന്നു. അപ്പോൾ തലേദിവസം ഈ ഷോക്കാറമ്മ കാണാതെ പഠിച്ചു വെച്ച സീൻ പിറ്റേ ദിവസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും അല്ലാതൊരു സീൻ എടുക്കേണ്ട ഒരവസ്ഥ വന്നു. അതിലും കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവരാപ്പാടെ ടെൻഷനായി. അവർ പറഞ്ഞു അത് എനിക്ക് പറ്റില്ല, നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല, പിന്നെ ദിവസം എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇത്രയും ആൾക്കാരുടെ കോമ്പിനേഷനൊക്കെ ഉണ്ട്, നമുക്ക് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ട് ലൊക്കേഷനിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ സീൻ ഇങ്ങനെ വായിച്ചിട്ട് അവരവരെ ടേപ്പ് റെക്കോർഡ് എടുത്ത് അവരിങ്ങനെ അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെറിയൊരു ടേപ്പ് റെക്കോർഡ് ഇങ്ങനെ കേട്ടോണ്ടി നടക്കുക. ഈ സമയത്താണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്ക വന്നപ്പോഴത്തേക്കും മമ്മൂക്ക ഇവരെ ഇങ്ങനെ വിഷ് ചെയ്തു, പക്ഷേ ഇവർ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഇവർ കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്തോ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരെ വന്നിട്ട് എതുക്കമ്മ ഇത് അവർ പ്രോംപ്റ്റ് ചെയ്യും, അത് കേട്ട് പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചു. ഇവർക്ക് ഈ ടെൻഷനിലാണ്. ഇവരെ അപ്പോൾ മമ്മൂക്കോട്ട് കയറി ചൂടായി, നീ ഇന്നലെ വന്നവനാണ്, ഞാൻ എത്ര വർഷമായാലും എനിക്കറിയാം, എന്നെ നീ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ട് ആവശ്യമില്ലാതെ. അവരങ്ങനത്തെ ഒരു ഭയങ്കര ഡെഡിക്കേഷനായിട്ടൊരു സ്ത്രീയാണ്. അങ്ങനെ അത് കാണാതെ പഠിച്ചത് തന്നെ ആ സീൻ, ഒരു മണിക്കൂറിനുള്ളിൽ അവർ ആ സീൻ മൊത്തം കാണാതെ പഠിച്ച് തന്നെ അവരത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത്ര നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ പഴയ ആർട്ടിസ്റ്റുകൾക്കുണ്ടാകുന്ന അവർക്ക് അവരുടെ തൊഴിലിനോടുള്ള അവരുടെ ഡെഡിക്കേഷൻ, അത് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പല ആൾക്കാർ, ഇപ്പം മൗസാർ ആയാലും ശരി, നസീർ സാർ ആയാലും ശരി, അങ്ങനെ പല ആൾക്കാർക്കും ആ കാലഘട്ടം, അതുപോലെ മറ്റ് പല ആർട്ടിസ്റ്റുകളും നമ്മൾ ഈ സീരിയസ് വേഷങ്ങൾ ചെയ്യുന്ന ശങ്കരാചാര്യനെ പോലെ അല്ലെങ്കിൽ അഡുബാസയെ പോലെ അതുപോലുള്ള തികുറിശ്ശേട്ടനെ പോലുള്ള ആൾക്കാർക്ക് സിനിമയോടുള്ള അവരുടെ ഒരു ഡെഡിക്കേഷൻ, പിന്നെ അത് മലയാളത്തിനപ്പുറമാണ് തമിഴും അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലും. ഞാൻ നേരത്തെ രജനീകാന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതുപോലുള്ള ഇപ്പം ഈ ഷൗക്കാജാനിയൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ പ്രായത്തിന് മുത്തതാണ് അവരാ സാർ അപ്പോൾ നമ്മൾ സെറ്റിൽ കയറി വന്നാൽ അവരോട് ഇരിക്കുകയാണെങ്കിൽ ഇത്രയും പ്രായമായ സ്ത്രീ നമ്മളെ കണ്ടവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ചമ്മലാണ്. നമ്മളൊക്കെ വളരെ ചെറുപ്പമാണ്, അവർ മുമ്പ് ഒന്നുമല്ല. നമ്മൾ സ്കൂളിൽ ജനിക്കുന്നതിന് മുമ്പ് അവർ സിനിമയിൽ നായികയായ ആളാണ് അപ്പോൾ അവരെ എത്രയോ സിനിമകളിലും എത്രയോ ഭാഷകളിലും അഭിനയിച്ച അവർ നമ്മളെ കാണുമ്പോഴത്തേക്ക് അവർ എണ്ണീറ്റ് നിൽക്കും. അതൊക്കെ നമുക്കൊരു വല്ലാത്ത, കാരണം അതാണ് അവർ ഒരു ടെക്നീഷ്യൻസിനെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പഴയ ആൾക്കാർ കണ്ടു പഠിക്കണം. ഇപ്പം ഇപ്പോഴത്തെ തലമുറ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പഴയ കാലത്ത് ആൾക്കാരും അവർ കൊടുക്കുന്ന ഓരോ ഇതും റെസ്പെക്റ്റുകളും അതിലൊരു അതൊരു കണക്ട് ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പം പറഞ്ഞു വന്ന കൂട്ടത്തിൽ, അതായത് ഷൗക്കാജാനിയുടെ കൂടെ ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച വ്യക്തിയായിരിക്കും ശിവാജി ഗണേശൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു സിനിമ പൈങ്കിളി കഥ എന്നൊരു സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. KRG എന്ന് പറഞ്ഞത് വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അത് ചെയ്തത്. KRGയും അന്ന് ശിവാജി ഗണേശൻ സാറുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ ശിവാജി ഗണേശനാണ് അതിൽ മലയാളത്തിൽ മൗസാർ ചെയ്ത ക്യാരക്ടർ തമിഴിൽ ശിവാജി ഗണേശനാണ് അഭിനയിക്കുന്നത്. അത് ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തത്. മലയാളത്തിൽ ആ വേഷം ചെയ്ത ശ്രീവിദ്യ ചെയ്തൊരു വേഷമുണ്ട്, അതുപോലെ കവിയൂർ പൊന്നമ്മ ചെയ്ത വേഷം, മൗസാറിൻ്റെ ഭാര്യയുടെ വേഷം, അത് തമിഴിൽ അഭിനയിച്ചത് പത്മിനിയാണ്. ശ്രീവിദ്യ തന്നെയാണ് തമിഴിൽ ശ്രീവിദ്യ ചെയ്ത വേഷത്തിൽ അഭിനയിച്ചത്. അങ്ങനെ അതിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഈ ശിവാജി ഗണേശൻ സാറിൻ്റെ കാര്യം പറയുന്നത്, അപ്പോൾ അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഒരു 1.5 പേജുള്ള ഡയലോഗൊക്കെ ഈ കാണാതെ പഠിച്ചാണ് ശിവാജി സാർ അവതരിപ്പിക്കുന്നത്.
അല്ലാതെ പ്രോംപ്റ്റിംഗ് ആണെന്ന് പുള്ളി സമ്മതിക്കത്തില്ല. അത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. ഞാൻ അതിൻ്റെ ലൊക്കേഷനിൽ, ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഷൂട്ടിങ് കാണാൻ വേണ്ടി ഒരു ദിവസം ഊട്ടി പോയിരുന്നു. നമ്മുടെ വേറെ ഏതോ വർക്ക് നടക്കുന്ന കൂട്ടത്തിൽ പോയി അന്ന് ആ ലൊക്കേഷനിൽ ചെന്നപ്പം കണ്ടത് ശിവാജി ഗണേശൻ സാറ് വന്ന് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ സീൻ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഫുൾ മേക്കപ്പിലാണ് വരുന്നത്. വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആടുന്ന ഒരു റോയിങ് ചെയറുണ്ട്. ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ആ സീൻ വായിക്കണം, സ്ക്രിപ്റ്റ്. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു വാട്ടി എന്ന് പറയും. ഈ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് ബൈഹാർട്ടായി. പിന്നെ വേണ്ട, പിന്നെ പ്രോംപ്റ്റിംഗ് ഇല്ല, പിന്നെ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് പക്കയായിട്ട് കാണാതെ പറയുക. നമുക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പല ഡയറക്ടേഴ്സും അതിൻ്റെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു നല്ല രസമുണ്ട്. ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബാലേന്ദ്ര മേനോൻ സാറ്. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, അദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം എഴുതിയ വരി ഒരു മൂളണമെങ്കിൽ 3 മൂളണമെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യേണ്ട ആളാണ് ബാലേന്ദ്ര മേനോൻ സാർ. അതിലോട്ട് ഞാൻ വരാം, അത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളിൻ്റെ മുമ്പിലാണ് ഇദ്ദേഹം ഇത് അഭിനയിക്കുന്നത്, ഒരു വരി പോലും പ്രോംപ്റ്റ് ചെയ്യാതെ. അതുപോലെ വേറൊരു രസകരമായ സംഭവമുണ്ട്. ബാലേന്ദ്ര മേനോൻ സാർ, ഞാനില്ല, മേനോൻ സാർ പറഞ്ഞൊരു സംഭവം. ഇതുപോലെ ഒരു ദിവസം ശിവാജി ഗണേശൻ സാറ് വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ ചോദിച്ചു, മേനോൻ നാളെ എപ്പോഴാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഊട്ടിയിലാണ്, നല്ല തണുപ്പുള്ള സമയമാണ്. മേനോൻ സാർ പറഞ്ഞൊരു 7 മണിക്ക് പറയാം. നോ പ്രോബ്ലം, 7 മണി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശിവാജി സാർ പോയി. ഇവർ അന്ന് രാത്രി എന്തോ ഷൂട്ടിങ് കുറച്ച് ലേറ്റായിപ്പോയി, നീണ്ടുപോയി. മേനോൻ സാറ് രാവിലെ എണീക്കാൻ ലേറ്റായപ്പോഴത്തേക്കും KRG ഓടി കിതച്ച് നേരെ പുള്ളിയുടെ റൂമിൽ വരിക. ഒന്ന് തട്ടി പറഞ്ഞ ശിവാജി സാറ് ലൊക്കേഷനിൽ പുറപ്പെട്ടു. അത് രാവിലെ 6:30 മണി സമയമാണത്. പുള്ളി ബാലേന്ദ്ര സാർ എണീറ്റിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞൊരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം കുളിയും എല്ലാം പാസ്സാക്കി ഓടി പടച്ച് നേരെ ലൊക്കേഷനിൽ ചെന്നപ്പം ശിവാജി സാർ വന്നത് ഒരുമിച്ചാണ്. അപ്പോൾ അവർ പുള്ളി ഫുൾ മേക്കപ്പിൽ റെഡിയായിട്ട് 7 മണിക്ക് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ അന്നത്തെ ആൾക്കാരുടെ ആ ഒരു ഡെഡിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുകാരണം ഷൗക്കാർ ജാനിക്കും എനിക്കുണ്ടായൊരു ഫീലിംഗ്. അത് കഴിഞ്ഞ് ആ സിനിമ അത് മമ്മൂക്ക വളരെയധികം, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു കരിയറിൽ അദ്ദേഹം ചെയ്ത മറ്റ് പല ക്യാരക്ടറിൽ നിന്ന് വളരെ ഡിഫറെൻ്റായ ക്യാരക്ടറായിരുന്നു പുട്ടുറമീസ്. അതുപോലെ അന്ന് ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പ്, വിഗ്, അതുപോലെ ആ പല്ലൊക്കെ വെച്ചിട്ട്, പല്ലൊക്കെ അദ്ദേഹം എറണാകുളത്ത് ആരെ കൊണ്ട് ചെയ്യിച്ച് അദ്ദേഹം തന്നെ കൊണ്ടുവന്നതാണ്. അത് ആ സമയത്ത് നാനയുടെ ആൾക്കാരെന്തോന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു ഒരു ഫോട്ടോ എടുത്തിട്ട് നാനയുടെ ബാക്ക് പേജിൽ ഇതാരാണെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു ആ ഗെറ്റപ്പ് മമ്മൂക്കയുടെ. ആ വളരെ സ്റ്റൈലായിട്ട് എനിക്കൊന്നു പുള്ളി അതിന് ശേഷം പല പൊന്തൽമാട പോലെയുള്ള പല സിനിമകളിലും ഒരു മേക്കപ്പ് ചേഞ്ച് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മേക്കപ്പ് ചേഞ്ചിൽ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ആദ്യം ട്രൈ ചെയ്യുന്ന സിനിമ സൂര്യമാനസമാണ്. അതുപോലെ ഡബ്ബിങ് തന്നെ മമ്മൂക്കയുടെ ഏറ്റവും മാൻലി ആയിട്ടുള്ള വോയിസാണ്. അതെല്ലാം മാറ്റി വേറൊരു രീതിയിൽ മമ്മൂക്കയ്ക്ക് ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ കോളേജ് പഠിക്കുമ്പോൾ ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുറച്ചൊരു വോയിസൊക്കെ മാറ്റി അദ്ദേഹം ഡബ്ബി ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ജീവിതത്തിലെ ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോഴും പലപ്പോഴും അദ്ദേഹം പറയാറുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ 10 കഥാപാത്രങ്ങളിലൊന്നായി സൂര്യമാനസം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു വലിയ അവാർഡായിട്ട് ഞാൻ കണക്കാക്കും. ക്രിട്ടിക്സ് അവാർഡൊക്കെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഒരു മമ്മൂട്ടിയെ പോലെ ഇത്രയും ഒരു വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ചെയ്ത കഥാപാത്രങ്ങളിൽ 10 കഥാപാത്രങ്ങളിലൊന്നായി പുട്ടുറുമീസ് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് ആ സൂര്യമാനസം എന്ന സിനിമ ഏറ്റവും ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. സൂര്യമാനസം റിലീസ് ചെയ്തതിനു ശേഷം അടുത്ത ഒരു സിനിമയായിട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ് പണ്ടൊരു രാജകുമാരി എന്ന് പറഞ്ഞു. അത് രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ അരോമയ്ക്ക് വേണ്ടി ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തതും ആ പടം അന്ന് നടക്കാതെ പോയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരോമയുടെ സുനിത പ്രൊഡക്ഷൻസിന് വേണ്ടിയൊരു പടം, അടുത്തൊരു പടം ജോൺ ബോൾ തന്നെയാണത്.
ഞങ്ങൾ പല പല കഥകളിങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ ചില കഥകളൊക്കെ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹത്തിന് ആ കഥകളൊക്കെ അങ്ങോട്ട് അത്രത്തോളം അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ പല പല ചർച്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ നെടുമുടി വേണിച്ചേട്ടൻ ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചപ്പം വേണിച്ചേട്ടൻ പറഞ്ഞൊരു ഐഡിയ ആണ്. ഒരു അനാഥയായ ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ വേണിച്ചേട്ടൻ പറഞ്ഞൊരു ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ഇതും മണിസാറിന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു സംശയം. അപ്പോൾ ജോൺ പറഞ്ഞു കുഴപ്പമില്ല, അത് ഞാൻ തന്മയത്തോട് ഇത് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ചുമ്മാ റൂമിൽ വിളിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയ കഥ പറയാതെ ജോൺ പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, മണിസാർ നമുക്ക് വൈകിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം ഗീത് ഹോട്ടലിൻ്റെ മുകളിലെ ആ ഒരു ടെറസിൽ അവിടെ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, അവിടെ ഒരു മാറിയിരുന്നിട്ട് ജോൺ പോളും വേണിച്ചേട്ടനും ഞാനുണ്ട്, മണിസാറുണ്ട്. അങ്ങനെ ജോൺ പോൾ അപ്പം വേണിച്ചേട്ടൻ പറഞ്ഞൊരു ഐഡിയ, ഞങ്ങളത് പൂർണ്ണമായിട്ടൊന്നും വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, എൻ്റെ ഒരു ആലോചനകൾ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിനെ ഒരു പൂർണ്ണ രൂപത്തിൽ, ഒരു ആൾമോസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ വളരെ തന്മയത്വമായിട്ട് ജോൺ പോൾ അവതരിപ്പിക്കുകയാണ്. ഞാനും വേണിച്ചേട്ടനും തന്നെ ഇങ്ങനെ അന്തമിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത സാധനങ്ങൾ വരെ പുള്ളി വളരെ രസകരമായ രീതിയിൽ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇതിങ്ങനെ മണിസാറിങ്ങനെ കണ്ടുകൊണ്ട്, മണിസാർ ഭയങ്കര എന്താ വലിയ പ്രൊഡ്യൂസറാണ്. കുറച്ച് കഴിഞ്ഞാൽ മണിസാറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. മണിസാർ കണ്ണൊക്കെ തുടച്ച് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് കണ്ണൊക്കെ തുടങ്ങി. മണിസാർ പറഞ്ഞു ഈ പടം നമുക്ക് ചെയ്യണം, ഈ പടം തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാൽ പറഞ്ഞ് അങ്ങനെ ഫിക്സ് ചെയ്തു. അതാണ് പണ്ട് പണ്ടൊരു രാജകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പം ഇത് ഈ പണ്ട് പണ്ട് രാജകുമാരിയുടെ ഷൂട്ടിംഗ് നമ്മൾ ഊട്ടിയിലാണ് തീരുമാനിച്ചത്. ഊട്ടിയിൽ അദ്ദേഹത്തിന് അന്നൊരു ഹോട്ടലുണ്ട്, ഊട്ടി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് മണിസാറിൻ്റെ സ്വന്തം ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നടക്കുന്ന ആണ് കൂടുതൽ കഥ. അതായത് ഒരു പെൺകുട്ടിയെ രക്ഷിച്ച്, മാനസികമായി പ്രശ്നത്തിൽ വന്നൊരു പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് ഒരാളൊരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ഇൻസിഡൻസാണ് ആ സിനിമയുടെ പ്രധാനം. അങ്ങനെ അവിടെ വെച്ച് ഊട്ടി വെച്ച് ഷൂട്ട് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊട്ടി ഗേറ്റ് എന്ന ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമുക്കൊക്കെ ഞാനും ജോൺ പോളിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മണിസാറിൻ്റെ അന്നൊരു സിനിമകൾക്കൊക്കെ പാട്ട് എഴുതുന്ന ചുനക്കര രാമൻകുട്ടി എന്നൊരാളാണ്. മിക്കവാറും മണിസാറിൻ്റെ സിനിമകൾക്കെല്ലാം അദ്ദേഹമാണ് പാട്ട് എഴുതുന്നത്. അദ്ദേഹവും മണിസാറായിട്ട് വലിയ അടുപ്പമാണ്. മിക്കവാറും നമ്മുടെ ചർച്ചകൾ സമയത്തൊക്കെ വൈകുന്നേരം അദ്ദേഹം വരാറുണ്ട്, വന്നിനും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു കാവ്യാത്മകമായ പാട്ടുകളാവണമെന്നെങ്കിലും, ചുനക്കര രാമൻകുട്ടി മോശക്കാരനൊന്നല്ല, അദ്ദേഹം ഒരുപാട് നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാനും ജോൺ പോളും കൂടി ഇങ്ങനെ മണിസാറിനെ സൂചിപ്പിച്ച് നമുക്കിങ്ങനെ ONV സാറിനെ കൊണ്ട് പാട്ട് എഴുതിച്ചാലോ. അപ്പോൾ എനിക്കും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ONV സാർ എൻ്റെ പടത്തിൽ പാട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ മണിസാർ കുഴപ്പമില്ല, ആരെഴുതിയാലും ശ്യാമായിരിക്കും മ്യൂസിക് കേട്ടോന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, കാരണം ശ്യാംജി എൻ്റെ എല്ലാ പടങ്ങളും കഴിഞ്ഞ മുമ്പുള്ള പടങ്ങൾ പലതും ന്യൂ ഇയറൊക്കെ ശ്യാംജിയാണ് മ്യൂസിക് ചെയ്തത്. പല പടങ്ങളുടെയും റെക്കോർഡിങ് ശ്യാംജിയാണ് ചെയ്തത്. അങ്ങനെ ശ്യാംജിയായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്. അങ്ങനെ ONV സാറിനെ ജോൺ പോൾ എന്നെ വിളിക്കുന്നു. ONV സാറാണ് ആ പടത്തിൻ്റെ പാട്ട് എഴുതുന്നത്. ONV സാർ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് എഴുതുന്ന പണ്ട് പണ്ട് രാജകുമാരിയാണ്. നല്ല പാട്ടുകളായിരുന്നു. അത് കഴിഞ്ഞ് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ മണിസാർ സ്ഥിരമായിട്ട് അന്ന് ഊട്ടിയിൽ അദ്ദേഹത്തിന് ഹോട്ടലുള്ളതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്തും ഊട്ടി പോവും, തിരിച്ചു വരും. അദ്ദേഹം എപ്പോഴും സ്വന്തം കാറിലേ പോവുള്ളൂ, അത് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തേ പോവുള്ളൂ. അന്ന് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, more than 60 ഉണ്ട് അദ്ദേഹത്തിനന്ന്. അന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തേ പോവുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂളുണ്ട് ഊട്ടിയിലേക്ക് തിരുവനന്തപുരത്തുള്ള യാത്ര. അത് എല്ലാ ദിവസവും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്ന ആളാണ് മണിസാർ. തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അദ്ദേഹം ശ്രീകണ്ഠേശ്വരത്ത് എപ്പോഴായാലും അദ്ദേഹം വന്നിരിക്കും. അപ്പം ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം രാവിലെ തുറക്കുന്നത് 4 മണിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് കൃത്യം 4 മണിക്ക് അദ്ദേഹം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ എത്തി നിർമ്മാല്യം നട തുറന്ന ആളുണ്ടെ തൊഴുതിട്ട് അവിടുന്ന് നേരെ ഊട്ടിയിലേക്ക് യാത്രയാണ്. ആ യാത്രയിൽ അദ്ദേഹം അടുത്ത ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അവിടെ നിർത്തി ഒരു ചായ കുടിക്കും. ഇതിൻ്റെ ഒരു റുട്ടീനാണത്. അവിടുന്ന് വിട്ടാൽ ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഊട്ടിയിലെത്തിയേ ഊണ് കഴിക്കത്തുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അദ്ദേഹം നമുക്ക് രാവിലെ അങ്ങ് പൊയ്ക്കൂടെ, ഉച്ചയ്ക്ക് അവിടെ എത്താം.
അപ്പോൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം ജോൺ ബോളിനെ എറണാകുളം നിന്ന് വിളിക്കണം. അത് കുഴപ്പമില്ല, ജോൺ ബോളിനെ വിളിക്കാം എന്നാ പറഞ്ഞ് ഇതുപോലെ രാവിലെ അപ്പം ഈ 3:45 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. ഞാൻ അദ്ദേഹമാണ് ഓടിച്ചുകൊണ്ട് വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ 3:30 മണിയായപ്പോഴേ ഞാൻ റെഡിയായി ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. 3:45 അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബെൻസ് കാറാണ്. ആ ബെൻസ് കാർ ഓടിച്ച് അദ്ദേഹം എൻ്റെ വീടിൻ്റെ മുമ്പ് വന്നു. ഞങ്ങൾ കൂടെ കാറിൽ കയറി നേരെ ശ്രീകണ്ഠേശ്വരത്ത് പോയി. എൻ്റെ ലഗേജൊക്കെ ഉണ്ട്, ലഗേജൊക്കെ എടുത്ത് ബാക്കി വെച്ചു, തൊഴുതു. അവിടുന്ന് നേരെ എറണാകുളത്തേക്ക്. ഈ എറണാകുളം തൊട്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ തെറ്റുകയാണ്. അവിടെ ചെന്നപ്പോൾ ജോൺ ബോളിന് പറയുന്നുണ്ട് കാര്യങ്ങൾ, അതിനൊരു കാണേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, അങ്ങനെ അപ്പുറത്ത് പോയി ചർച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞു. എറണാകുളം പുറപ്പെട്ടു പോയി പല സ്ഥലത്തും നിർത്തി. പിന്നെ ഈ ജോൺ ബോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും ചില പ്രത്യേകതരം ഭക്ഷണശാലകളും ചില ടീ ഷോപ്പുകളും അതൊക്കെ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടാൽ നമുക്കറിയാതെ നമ്മുടെ നാവിൽ വെള്ളം ഊറും കഴിക്കണമെന്ന്. അപ്പോൾ മണിസാറിനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോ സ്ഥലത്തും സ്പെഷ്യൽ, അങ്ങനെ ഓരോ സ്ഥലത്തും കയറി എന്തു പറയാൻ, ഊട്ടിയിലെത്തിയപ്പോൾ രാത്രി 10 മണിയായി. രാത്രി 10 മണിക്ക് നല്ല തണുപ്പും. ഊട്ടിയിൽ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ ഈ 3:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലിൽ കയറി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അത്രത്തോളം ടയേർഡായിട്ട് പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങുക. ആകപ്പാട് വല്ല ഭയങ്കര ഈ പാലുമൊഴിക്കുകയും വണ്ടിയിലിരുന്ന് പല സ്ഥലത്ത് ഇറങ്ങിയും കയറിയും എല്ലാം കൊണ്ടും ഞാനും ജോൺ ബോളും അത് തന്നെ. അപ്പോൾ ജോൺ ബോൾ റൂമിൽ തൊട്ടടുത്ത റൂമിൽ ഞാൻ. അപ്പം ഞങ്ങൾ പോയി രാവിലോട്ട് ഇറങ്ങിയില്ലേ, ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് നേരെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. അങ്ങനെ അപ്പോൾ നേരെ ബാൽക്കണിയിലോട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പം കാണുന്നൊരു കാഴ്ച സത്യം പറഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ടൊരു അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണ്. നമ്മളിത്രയും ദൂരം യാത്ര ചെയ്ത ആളാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞ മണിസാറ് തിരുവനന്തപുരം മുതൽ അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ഇങ്ങറ്റം വരെ, ഊട്ടി വരെ ഡ്രൈവ് ചെയ്തിട്ട് അദ്ദേഹം താഴെ ആ കാറിട്ടിട്ട് താഴെ അദ്ദേഹം റൂമിലോട്ട് പോലും കയറിയിട്ടില്ല. അദ്ദേഹം താഴെ നിന്ന് പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങൾ, അവിടുത്തെ മെസ്സിൽ ഉണ്ടാക്കേണ്ട ഫുഡിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അല്ലേ, അപ്പം പുള്ളിയുടെ ഒരു അനന്തരവനാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അരോമ മോഹൻ എന്ന് പറയും. അപ്പം മോഹൻ നേരത്തെ വന്നു, അവരൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞു. മോഹൻ വിളിച്ച് പറഞ്ഞ് മോഹൻ മാമൻ എന്നാണ് വിളിക്കണത്. മാമൻ ഇതുവരെ മുറിക്കകത്ത് പോലും കയറിയിട്ടില്ല. മാമൻ താഴെ നിൽക്കുക, നാളത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടേ മാമൻ കിടക്കത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഏകദേശം 11-11:30 മണിയായി രാത്രി. ഏകദേശം 24 മണിക്കൂർ ആകാൻ പോകുന്നു അദ്ദേഹം പുറപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന്. ഞാനിങ്ങനെ, അതായത് അവരുടെയൊക്കെ ഒരു അതാണ് അവരുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. മണിസാറൊക്കെ വളരെ ഒരു ചെറിയ നിലയിൽ നിന്ന് കടന്നു വന്ന ആളാണ്. അദ്ദേഹം മലയാള സിനിമയിൽ ഒരു സമയത്ത് എത്രയോ സൂപ്പർ ഹിറ്റുകളും അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത പടങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു അത്ഭുതപ്പെട്ട് ഞാൻ കണ്ടു. നമുക്കൊന്നും പറ്റുന്നില്ല. ഞാനൊക്കെ ഒന്ന് വളരെ ചെറുപ്പം കൂടെയാണ്. എന്നിട്ട് പോലും നമുക്ക് കിടന്നാൽ മതി എന്നൊരവസ്ഥ വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആക്ച്വലി പണ്ടുകൊണ്ട് രാജകുമാരി ഭയങ്കര ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത് ആ സിനിമയുടെ കാര്യം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാര്യം ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി, ഭയങ്കര തണുപ്പ്, മഴ, വല്ലാത്തൊരു കാലാവസ്ഥ. എങ്ങനെയെന്നറിയില്ല, ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തൊട്ട് എനിക്കങ്ങോട്ട് ചെറിയ പനിക്കാൻ തുടങ്ങി. പനി ചെറുതായിട്ട് വരുന്നു. അത് വൈകുന്നേരങ്ങളൊക്കെ ആയപ്പോൾ ഭയങ്കര ഷിവറിങ്, നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ ലൊക്കേഷനിൽ ഫെയിൻ്റായി വീഴുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവസാനം അവിടുത്തെ ഊട്ടിയിലൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടൈഫോയിഡാണ്. അങ്ങനെ ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇഞ്ചക്ഷൻസും ടൈഫോയിഡിന് കുറേ മരുന്നുകളും അത് കഴിക്കുന്നു. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇനി നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ആപ്പാടൊരു വല്ലാത്തൊരു അവസ്ഥ. എനിക്കെന്തോ എന്തോ 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 അശുഭമായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഉണ്ടായിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ നേരെ ചെവ്വേ കണ്ട് കളിപ്പിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴാണ് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നത്. മാത്രമല്ല അതിന് ഈ പനിക്ക് 2 ദിവസം മുമ്പ് എനിക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് അവിടെ എന്നെ തേടിയെത്തുന്നു. അവിടെ ഊട്ടിയിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുരേഷ് ഗോപി
സുരേഷ് ഗോപി ഞാനായിട്ടൊന്ന് വലിയ ആത്മബന്ധമാണ്. സുരേഷ് ഗോപിയുടെ അനിയനും ഭാര്യയും മകളും സഞ്ചരിച്ച വാഹനം ആറ്റിങ്ങിനടുത്ത് വെച്ച് ആക്സിഡൻ്റായി ആ കുഞ്ഞ് മരണപ്പെടുന്നു. ആ സുരേഷ് ഗോപിയുടെ അനിയൻ സനൽ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. സനലൊന്ന് ഈ പൈലറ്റ് ആവാൻ വേണ്ടി അതെല്ലാം കോഴ്സെല്ലാം കഴിഞ്ഞ് പൈലറ്റ് സ്വപ്നം കണ്ട് നിൽക്കുന്ന ആളാണ്. അയാളുടെ കാലൊടിയുന്നു. അതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ്. രസമെന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് സുരേഷ് ഗോപിയും രാധികയും ഈ മോൾ ലക്ഷ്മിയെ എടുത്തുകൊണ്ടാണ് എൻ്റെ വിവാഹത്തിൻ്റെ റിസപ്ഷൻ അവർ വരുന്നത്. ആ ഫോട്ടോ ഇപ്പോഴും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആ ഫോട്ടോയാണ്. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സുരേഷ് ഗോപി നിൽക്കുന്നതും എൻ്റെ വിവാഹ റിസപ്ഷന് വരുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു, അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് പോകാനോ അതിനൊന്നും പോകാൻ പറ്റില്ല. അപ്പം അത് വല്ലാത്തൊരു ഷോക്ക്. അതിൻ്റെ കൂടെ ഈ അസുഖം, ഇതിങ്ങനെ വല്ലാത്തൊരു ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കാരണം പല സീൻസുകളും ഷൂട്ട് ചെയ്തത് വേണുചേട്ടനാണ്, നെടുമണി വേണുചേട്ടനാണ് പല സീനുകൾ ഷൂട്ട് ചെയ്തത്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഓർമ്മയില്ലാതെ വരുന്നു. അങ്ങനെ അടുത്ത വീണ്ടും ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ പറഞ്ഞത് ടൈഫോയിഡ് അല്ല, ഇത് മലേറിയയാണെന്ന് പറയുന്നു. അങ്ങനെ മലേറിയയ്ക്ക് കുറേ ആൻറ്റിബയോട്ടിക്കും കുറേ ട്രീറ്റ്മെൻറ്റും ചികിത്സയും തരുന്നു. എന്തു പറയാൻ, ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ടും ഫെയിൻ്റായി ലൊക്കേഷനിൽ വീഴുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നെ ഒരു വണ്ടിയിലെടുത്ത് കയറ്റി നേരെ തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് കുറേശ്ശെ ഒരു ഓർമ്മ തിരിച്ചു വരുന്നത്. അന്നന്ന് എൻ്റെ ഒരു കുടുംബ സുഹൃത്ത്, എൻ്റെ ഫാദർ-ഇൻ-ലോയുടെ അടുത്ത ആളാണ്, മെഡിക്കൽ കോളേജിലെ അന്നത്തെ ഗാസ്ട്രോ എൻട്രോളജി ഹെഡ് ഡോക്ടർ നരേന്ദ്രനാഥ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ അദ്ദേഹം ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണ്ട, അല്ലെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ നിന്ന് വന്ന് നേരെ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം വന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞതൊരു വളരെ ഒരു നാരോ എസ്കേപ്പാണ് ജീവിതത്തിൽ, ആയുസിൻ്റെ ദൈർഘ്യമുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇത് ടൈഫോയിഡും അല്ല, മലേറിയ അല്ല, ഇത് ഫുഡ് പോയിസൺ അടിച്ചതാണ്. ഫുഡ് പോയിസൺ നേരെ ലിവറിനെ ബാധിച്ചു. ലിവർ ആബ്സസ്സായി, ലിവർ ഡാമേജായി. വളരെ നാരോ ആയിട്ടാണ് എസ്കേപ്പ് ചെയ്തത്. ഇന്നിവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം ജീവനോടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അതൊരു, ഞാൻ പറഞ്ഞ ഈശ്വരാനുഗ്രഹം എപ്പോഴും എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ ആ ബോധം കിട്ടി വീഴുന്ന സമയത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അന്ന് എനിക്ക് ഇന്നത്തെ പോലെ തന്നെ അന്ന് നല്ല തടിയുള്ള ആളാണ്. അപ്പോൾ ഈ ലിവറിന് ആബ്സസ് ഇത് റിമൂവ് ചെയ്യണം. അപ്പം ഇത് എനിക്ക് സിറിഞ്ചൊക്കെ ഇട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം തടിയുള്ളതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യുന്നു ഒരാഴ്ചത്തേക്ക്. അന്ന് ഞാൻ പറഞ്ഞത് 92 കാലഘട്ടമാണ്. അന്ന് ഒരു വയലിന് ഒരു ഇഞ്ചക്ഷൻ അന്ന് 7,000 റുപ്പീസ് 8,000 റുപ്പീസാണ് ഒരു വയലിന് അന്ന് ആ ഇഞ്ചക്ഷൻ്റെ വില. അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂഷൻ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അത് കഴിയുമ്പോഴാണ് ഞാനൊന്ന് നോർമലാവുന്നത്. ആദ്യം കാണിക്കുമ്പോൾ വലിയൊരു ആക്ഷൻ ഹീറോയ്ക്ക് ഇൻട്രഡക്ഷൻ കൊടുത്തു. അപ്പോൾ അതാണ് ജഗദീഷിൻ്റെ ഇൻട്രഡക്ഷൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കല്ലു ഡെന്നിച്ചൻ റിവ്യൂ കാണാൻ വന്നു. അപ്പം ഡെന്നിച്ചിന് ഇത്രയും ബിൽഡപ്പ് ചെയ്തെടുത്ത കാര്യം ഡെന്നിച്ചിന് അറിയില്ല സീൻ. അപ്പോൾ ഡെന്നിച്ചിങ്ങനെ അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ ക്യാരക്ടർ അയാളുടെ. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ബിൽഡപ്പാണ് ഈ പറഞ്ഞത് ഞാൻ. അപ്പോൾ ഡെന്നിച്ചൻ ഈ പടം കണ്ടിട്ട് ഡെന്നിച്ചൻ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്ന്, തമ്പി ആ ജഗദീഷിൻ്റെ സീൻ വെട്ടണം, ആ സിനിമയെ കാണിക്കാൻ പറ്റില്ല. ഞാൻ എന്തു പറ്റി? തമ്പി പടം ആൾക്കാർ പടം തുടങ്ങുന്നേ ഉള്ളൂ, പടം നല്ല പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, പടം എന്തിനാ വെറുതെ നശിപ്പിക്കുന്നതിന്?